ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് കോളേജ് പോയി എന്നാലോ. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങിക്കിട്ട് അമ്മച്ചിനോട് സലാം പറഞ്ഞ് ടാറ്റൊക്കെ കൊടുത്ത് നേരെ പോയി. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സഫ്കോട്ടൻ എന്നെയും കാത്ത് നിൽക്കുമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി ഗൈസ്. ഓളെയും കാത്ത് ഞാൻ നിൽക്കേനി. എൻ്റെ സഫ്കോട്ടൻ കുറച്ചധികം ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ മുഖമൊക്കെ കെട്ടി മൂടിയിട്ടേ വരുള്ളൂ. പിന്നെ കോളേജും ഞങ്ങളും തമ്മിൽ വലിയ ദൂരമില്ലാത്തതുകൊണ്ട് ആകെ 2 മണിക്കൂറിൻ്റെ ഓട്ടയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3 ബസ് മാറി കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. സ്റ്റാൻഡിലെത്തിയപ്പം ഇതുവരെ കാണാത്തയും കയറാത്തൊക്കെ ബസ്സിനി നോക്കണ്ട, നേരം വൈകിയതാണല്ലോ. അങ്ങനെ കുറച്ചു നേരം വരക്കുന്നതിന് ശേഷം ഞങ്ങളതിൽ കയറി. കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ സമയം കഴിഞ്ഞതുകൊണ്ട് കുറേ സീറ്റുണ്ടായിനി. ഞങ്ങളങ്ങ് സുഖനിദ്രയിലേക്ക്. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റേ സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി കോളേജിലേക്കുള്ള ബസ്സിനെയും കാത്തി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ കോളേജിലെത്തി. അപ്പം ഇതാണ് എൻ്റെ കോളേജ്. ഞാൻ പഠിക്കുന്നത് അരീക്കോട് സല്ലം സയൻസ് കോളേജിലാണ്. ക്ലാസ് തുടങ്ങുന്നത് 9:30-ക്കാണ്. പക്ഷേ നമ്മളവിടെ എത്തിയത് 10:15-ലാണ്. ഫസ്റ്റ് അവർ കഴിയാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് 10-15 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് 2 അവർ കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറാണ് ഈ കിടക്കുന്നത്. എന്താണെന്നറിയില്ല, ക്ലാസ്സിലൊക്കെ ഇപ്പോൾ കയറിയിട്ട് കുറച്ചായി. ആർട്സ്, സ്പോർട്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ പരിപാടികളേനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ക്ലാസ് കയറിയപ്പോൾ ഒരു വീർപ്പ് മുട്ടൽ. അത് പുതിയ ഫോൺ ഇറക്കിയതിൻ്റെ പട്ടി ഷോയിന് അതെടുത്ത് എല്ലാവർക്കും കാണിച്ചെടുക്കലും എല്ലാവരും എക്സ്പ്രഷൻ കാണലും ഒക്കേനി. ഇനിതാ ഇവർ 2 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ഫിദ ബിൻത്ത് അബ്ദുള്ള ആൻഡ് അഫീഫ കാട്ടേക്കാടൻ. എന്തോ ഒരു കാടൻ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ അതല്ല, ഒരു 2 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ കഴിഞ്ഞ നെറ്റിൽ PhDക്ക് അഡ്മിഷൻ കിട്ടിയത്. അൽഹംദുലില്ലാ, ഫൈനലി 12:30 മണിയായി. പിന്നെ ഒരു ചോറ് തുറക്കുന്നു, കൈ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഇനി അവിടുത്തെ കുറച്ച് അംഗങ്ങൾ കാണാം. എന്ത് ചെയ്യാനാ, PG ആണെങ്കിലും KG മക്കളെ മനസ്സാണ് ഞങ്ങൾക്ക്. ഏത് വൈബ്, KG വൈബ്. ചോറുണ്ടാത്ത വേറെ ചോറുണ്ടല്ലോ. ഇതെന്താ ഇതെന്താ പത്തിരിയാണോ? നീങ്ങിയ സഫാ ചെറാണോ? ചെറാണത് എന്താ ചെറ? വെണ്ടക്കെ മധുരൊക്കെ ഉണ്ട്. പത്തിരി ഇങ്ങോട്ട് വേണ്ടത് തിന്ന എന്നുള്ള വലിയൊരു യുദ്ധം കഴിയുമ്പോഴത്തേനും ബെല്ലം അങ്ങോട്ട് അടിക്കും. പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. സാറ് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞിട്ടും സഫ്കുട്ടൻ എഴുതുന്നു, പഠിക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട് അച്ചാറൊക്കെ ചോറ് തിന്നണ മഴ തിന്നിട്ട് എനർജി കൂടിയിരിക്കണോക്ക്. ഇനി കുറച്ചേരും സ്നാപ്പിലെ ഫിൽറ്ററുകൾ ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ഓരോ ഫിൽറ്റർ വീതം വെച്ച് കൊടുത്തിട്ട് വീഡിയോ എടുത്ത് സ്റ്റോറി കയറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. ഇതെന്താന്നാണോ?
വേറൊന്നുമല്ല, സ്വന്തം സ്നാപ്പ് കണ്ടിട്ട് ചിരിച്ചു പുളയ്ക്കുന്നവരാവുന്ന സുഹേലിനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം നമുക്ക് ഭാവിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് സാറ് സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് മോട്ടിവേഷൻ തന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും ബി എഡ് എടുത്താലോ എന്നുള്ള ഒറ്റ ഉത്തരമായിരുന്നു. കാരണം ബി എഡ് പിന്നെ ഒരു കൊല്ലത്തേക്ക് ആക്കിക്കണത്രേ. സത്യം പറഞ്ഞാൽ എൻ്റെ ക്ലാസ് തൊട്ടേക്കൊക്കെ പിന്നെ പേടിയാണ്. വേറൊന്നും കണ്ടല്ല, ഞാൻ എവിടെയെങ്കിലും ഫോണും പിടിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മോൾക്കൊക്കെ ഓർമ്മ ഫിദ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. എന്തപ്പോൾ ചെയ്യുക, മെമ്മറി ഉണ്ടാക്കല്ലേ ഞമ്മളെ. എന്താ തണുപ്പ് തലക്ക് ചൂടായി ഇൻകം ടാക്സ് പഠിച്ചേ കുറച്ച് ബിജിനെ കാണും. എന്തും ബിസിനസ് അയക്കും, പക്ഷെ ഫോണ് തൊട്ടാ ഇത് വേറൊന്നുമല്ല. കുഞ്ഞൂസ് ഓളെ കോളേജിൽ നിന്ന് ഓളെ ഉറങ്ങുകയാണ് കടിക്കുകയാണ് പറഞ്ഞൊരു വീഡിയോ അയച്ചതിന് തിരിച്ചയച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഈ വീഡിയോസും ഈ ക്ലിപ്സൊന്നും ഡിലീറ്റ് ആക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇങ്ങനെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താലോ. പേടിച്ചണ്ട, അതുപോലെ ചുണ്ടിനൊന്നും പറ്റിയതില്ല. അത് സഫ ഓൾക്ക് പഠിപ്പിച്ചെടുക്കുന്ന പോസാണ്, സഫൻ്റെ പോസാണത്. ഞാൻ പറഞ്ഞില്ലേ PG ആണെങ്കിലും KG വൈബാണെന്ന്, അതാണ്. ഓല വൈബക്ക് ഫസ്റ്റിനെ കൂട്ടാത്തതിൻ്റെ ദേഷ്യം തീർത്തതാണത്. ഇപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മ്യാവ് 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 ഏത് ആ പൂച്ചൻ്റെ അതിൻ്റെ ഫാൻസാണിപ്പോൾ. ഞങ്ങൾ കോളേജ് വിട്ട് പോവുകയാണ്. എന്റെ വല്യമ്മ 8 കിലോ കുരുമുളക് വെച്ച് 8 കിലോ കുരുമുളകോ? റിച്ചായല്ലോ, പൈസ അപ്പൊ തന്നെ കഴിയും ചെയ്ത് ഫീലായിട്ട് ഓരോന്നോരോന്ന് കാണും. ജിമ്മൻ പെണ്ണിന്റെ കൂടെ പോയി മറ്റേ ചമ്പികള് മറ്റു പുതിയാപ്പിളെ വെട്ടി കണ്ടു. മ്യാവ് മ്യാവാണ്. ഞാൻ നല്ല കരഞ്ഞിനെ കണ്ടിട്ട് ചെയ്യാനോ ഫീലാവേ. ഇതിന്ന് കാണാൻ പോയതല്ലേ, പോയി കാണാൻ. ഞങ്ങൾ കോളേജിൽ എന്തോ പരിപാടി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കുയിന്റ് പറഞ്ഞ് നടക്കുന്നത്. ഞങ്ങൾ പോവാൻ ബസ്സൊക്കെ വരണം, ബസ് കാട്ടണം, ഒക്കെ കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഓട്ട മത്സരമല്ല, അത് ബസ്സിൽ വരിക്കാൻ വേണ്ടിയിട്ട് പായുന്നതാണ്. നമ്മൾ നേരത്തെയാണ് വരി വരിട്ടൂല എന്തേതാ വരിട്ടൂല. സണ്ണിന്റെ കിസ്സൊക്കെ വാങ്ങി കോഴിക്കോട് ബസ്സാണ്ട് ഞങ്ങളിന്ന് വേഗം അടക്ക വിൽക്കാനിട്ടു അല്ലേ. ഇന്ന് കോഴിക്കോട് ബസ്സിലാണ് ഞങ്ങൾ. അതെ അതെ, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കോഴിക്കോട് ബസ്. ഞങ്ങൾ കോഴിക്കോട് ബസ്സിലായതുകൊണ്ട് ചിലപ്പോൾ അടക്ക നേരത്തെ വിൽക്കും. 500 രൂപ കിട്ടി. അങ്ങനെ ബസ് എടുത്ത് ബസ്സിൽ കയറി സഫ്കുട്ടർ നോക്കിയപ്പോൾ കാണാനില്ല. നോക്കിയപ്പോഴാണ് ഓക്ക് സീറ്റൊക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി.
കോഴിക്കോട് ബസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും ചെയ്യും, സീറ്റും കിട്ടും. ആണോ സഫ? ആണോ? കൊണ്ടോട്ടി എത്തി. സഫ നടക്കടക്ക് കയ്യേ പൊടിക്കും സഫ. തന്നെ തോളിട്ട് കിടക്കാം. നല്ല ഉറങ്ങി. സഫ ഉറങ്ങിയില്ലേ? അങ്ങനെ നമ്മൾ കൊണ്ടോട്ടി സ്റ്റാൻഡിലെത്തി. സഫക്ക് കുറച്ച് അടക്ക വിൽക്കാനുണ്ടായിരുന്നു. അപ്പം അടക്ക വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി നടക്കണം. ചായ പൈസ ഒക്കെ കിട്ടിക്കണമെങ്കിലും അടക്കൻ്റെ വില നല്ലോണം കുറഞ്ഞിക്കണമെന്നുള്ള ടെൻഷനിലാണ് എൻ്റെ സഫ്കുട്ടനും സഫ്. എന്തായാലും വന്നതല്ലേ, എല്ലാവരും ഒന്ന് തൂക്കി നോക്കാമെന്ന് കരുതി ഓരോരുത്തരായിട്ട് പോയി തൂക്കി. അങ്ങനെ ഓലൊക്കെ നോക്കി എല്ലാവരും 50 50 ഇനി ഞാൻ പറഞ്ഞു 40 മണി എന്തേലും ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ കയറി. 48 47 ഞാൻ 45 ആയിക്കണം. അതിൻ്റെ ആ ടെൻഷൻ. കെട്ടില്ലാത്ത പോയിട്ട് ഇതിനൊക്കെ എത്രയാണെന്നാവല്ലേ? ഇത് വാങ്ങിക്കോ. ഇത് വാങ്ങിക്കാനായിട്ട് ഉള്ളത് ചെക്കന്മാര് വാങ്ങില്ല. വാങ്ങില്ല. അടക്ക വിറ്റ പൈസ കൊണ്ട് ഞങ്ങൾ അടക്ക വിറ്റ പൈസ അവിൽ മിൽക്ക് കുടിക്കാൻ പോവാ. ഇങ്ങനെ തിരി ഒന്നായാലും മതി. എന്തുള്ളു നോക്കട്ടെ ഗായ്സ്. മോമോസ് ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്. അങ്ങനെന്താ വാങ്ങിത്തരാൻ പാനിപ്പൂരി വാങ്ങാം നോക്കട്ടെ. ഐസുണ്ട്. ക്യാമറ പൊന്നിച്ച് പേരുള്ളൂ. എൻ്റെ ഇഷ്ടമാണ്, ഞങ്ങളെ ഇഷ്ടം ഉണ്ടാക്കി സഫ. ഏതെങ്കിലും തിന്ന് പോവാന്നല്ലാതെ അഹങ്കാരാവരുത്. മെമ്മറൈസ് ആണെങ്കിൽ എത്ര ആവും? കണക്കൂട്ടെ കൈ ഇങ്ങനെ കണക്കെടുക്കോ? കാൽക്കുലേറ്റർ എടുത്തെടുക്ക സഭ. മെമ്മറൈസ് പോവാന് ലാവിഷാവട്ടെ. ഒന്നതി പാവം. പിന്നെ അവിടെ ഇരുന്നാണ് കുറച്ച് നാട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ. അങ്ങനെ കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് അടക്ക വിറ്റ പൈസ പോയി. അവിടെ കണ്ണോണ്ട് എന്തോ ഒരു കളി. പൈസ കൊടുത്തതിനോളെന്നെ നോക്കി പേടിപ്പിക്കാം. വീഡിയോ പറയൂ. ഷർട്ട് എത്ര? പാൻറ്റോ? എളാപ്പാൻ്റോ? ചെരുപ്പ് എനിക്ക് ഇങ്ങനത്തെ എളാപ്പൊക്കെ ഉണ്ട്. കെട്ടി അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ലോകകാര്യങ്ങളും നോമ്പിനിങ്ങി എന്തായിരിക്കും, എങ്ങനെ കോളേജിൽ പോകും, വരുമ്പോൾ നമ്മൾ അവസ്ഥ എന്തായിരിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കയ്യല്ലേ, അപ്പോൾ ഒരു സ്നാപ്പ് കൂടെ.